ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഇവിടെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇക്വേഷൻസും ഫോർമുലാസും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ കാണിച്ചിട്ടുള്ളത് എന്താണ്, സോറി, ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈമിലെ പൊളാരിറ്റിയും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ദാറ്റ് മെയിൻറ്റെയിൻ ഇറ്റ്സ് ഡയറക്ഷൻ കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് കോൾഡ് ഡയറക്ട് കറണ്ട്. അതായത് ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DC കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇപ്പോ ഓരോ സിഗ്നൽസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഒന്ന് പറയുന്നത് കോൺസ്റ്റന്റ് DC സിഗ്നല്, ഇതാണ് കോൺസ്റ്റന്റ് DCന്റെ സിഗ്നൽ, ഇങ്ങനെയാണ് വരുന്നത്. ദെൻ പീരിയോഡിക് DC എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ പീരിയോഡിക് DC ആണ് അത്. അത് കഴിഞ്ഞിട്ട് AC വേരിയബിൾ DC ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് വേരിയബിൾ DC. ദെൻ AC എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി ചേഞ്ചസ് പീരിയോഡിക്കലി വിത്ത് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം, ഇൻ എ റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, ദെൻ നമ്മളിപ്പോ ഇവിടെ AC കാര്യം, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോ നെക്സ്റ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഉണ്ടാവുന്ന ഓരോ ടേംസുകളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്താവും? ചേഞ്ച് ചെയ്യും. അപ്പൊ മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സൈൻ അല്ലെങ്കിൽ കോസ്, അതാണല്ലോ ഒരു പീരിയോഡിക് എന്ത് പറയാ, പീരിയോഡിക് ചേഞ്ച് കാണിക്കുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈനിന്റെ അല്ലെങ്കിൽ കോസിന്റെ ടേമിലായിട്ട് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സൈൻ അല്ലെങ്കിൽ കോസിന്റെ ടേമിലായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. VAC വോൾട്ടേജ് എന്ന് പറയുമ്പോൾ V = V0 sin ωt. വേറെ V0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ദെൻ സൈൻ ωt എന്ന് പറയുന്നത്, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, ആ ഫേസറിന്റെ ആംഗുലർ വോൾട്ടേജ് പറയുമ്പോൾ ഒരു ഫേസർ ഉണ്ടാവുമല്ലോ, ആ ഫേസറിന്റെ ആംഗുലർ വോൾട്ടേജ് ആണ്, ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കറണ്ട് V = V0 sin ωt കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന കറണ്ട് ആണ് I = I0 sin ωt. സെയിം ഹിയർ I0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. ദെൻ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ദെൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം AC എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഇൻഡക്ടർ യൂസ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഒപ്പോസിഷൻ തന്നെയാണ്, അതായത് അത് ഇക്വൽ ടു റെസിസ്റ്റൻസ് ആണ്. അത് ഓഫർ ചെയ്യുന്നത് ആരാണ്? കപ്പാസിറ്റർ ആണെന്നുള്ളൊരു വ്യത്യാസമുള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റീവ് റിയാക്ടൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് XC ആണ്. XC = എന്താണ്? 1/ωc ആണ്. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2πf ആണ്. സോ XC = നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/2πfc എന്ന് എഴുതാം. ഓക്കെ, ദെൻ RMS വോൾട്ടേജ് VRMS എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാകുമ്പോൾ, ഒരു ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് കാണുമ്പോൾ അതിൽ എന്തുണ്ടാവും? അതിന്റെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും പവറിന്റെ ഒക്കെ റേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ടാവും.
അപ്പൊ അതെന്ന് പറയുമ്പോൾ അവിടെ കാണിക്കുന്ന വോൾട്ടേജും കറണ്ട് എന്നൊക്കെ പറയുന്നത് എന്തിലേക്കും മാക്സിമം വാല്യൂ അല്ല ഉണ്ടാവുക, RMS വാല്യൂവിലാണ് ഉണ്ടാവുക. അപ്പൊ ആ RMS വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് വോൾട്ടേജിന്റെ RMS വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് V0/√2. V0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്, നമുക്ക് നേരത്തെ പറഞ്ഞു. ദെൻ RMS കറണ്ട് പറയുമ്പോൾ IRMS കാണാനുള്ളത് I0/√2 ആണ്. ദെൻ നമ്മളിപ്പോ എന്ത് പറഞ്ഞു, കപ്പാസിറ്റി റിയാക്ടൻസ് പറഞ്ഞു. ദെൻ ഒരു ഇൻഡക്ടർ യൂസ് ചെയ്യുമ്പോൾ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഒരു ഒപ്പോസിഷൻ ഉണ്ട് കറണ്ടിന്. ആ ഒപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡിനോട്ട് ചെയ്യുന്നത് XL വെച്ചിട്ടാണ്. നമുക്ക് XL ഈക്വൽ ടു എന്ത് ചെയ്താ ഒമേഗ L എന്നാണ്. ഇവിടെ L എന്ന് പറയുന്നത് എന്താണ്, അത് ഇൻഡക്റ്റൻസ് ആണ്. ദെൻ ഒമേഗ എല്ലിൽ ഒമേഗയ്ക്ക് പകരം 2πf കൊടുക്കുമ്പോൾ എക്സിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും, 2πfc × L എന്ന് കിട്ടും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ ഫേസ് ആംഗിൾ ഓഫ് ആൻ RLC സീരീസ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ RLC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ, RLC സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു AC സപ്ലൈ ഉണ്ടാവും അവിടെ. അതിൽ സീരീസ് ആയിട്ട് റെസിസ്റ്റർ ഉണ്ടാവും, ഇൻഡക്ടർ ഉണ്ടാവും, ദെൻ കപ്പാസിറ്റർ ഉണ്ടാവും. ഈ ഒരു സർക്യൂട്ടിനാണ് നമ്മൾ സീരീസ് RLC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീരീസ് RLC സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ടേംസുകളൊക്കെ നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. ആ ടേംസുകൾ കണ്ടെത്താനുള്ള ഇക്വേഷൻസ് ആണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. അപ്പൊ ഓക്കെ, ദെൻ ഫേസ് ആംഗിൾ RLC സീരീസിന്റെ ഫേസ് ആംഗിൾ കാണാൻ, ഫേസ് ആംഗിൾ പറയുമ്പോൾ ഫൈ കാണാനുള്ള ഇക്വേഷൻ ആണ് tan ഇൻവേഴ്സ് XL - XC / R, വേർ XL എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. ദെൻ XC എന്ന് പറയുമ്പോൾ എന്താണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. ദെൻ R എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ഫേസ് ആംഗിൾ കാണാൻ, ഫേസ് ആംഗിൾ ഫൈ ഈക്വൽ ടു എന്താണ്, tan ഇൻവേഴ്സ് XL - XC / R. ഓക്കെ, XL - XC / R ആണ് നമ്മൾ ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റിലേക്ക് പോവാം, AC വേർഷൻ ഓഫ് ഓംസ് ലോ. അപ്പൊ നമുക്കറിയാം ഒരു AC സർക്യൂട്ടിൽ, അതായത് ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും, നമ്മൾ ജസ്റ്റ് ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ള ഒരു സർക്യൂട്ട് എടുത്ത് നോക്കിയാൽ, റെസിസ്റ്റർ ഇപ്പോൾ ഒരു AC സപ്ലൈ ഓർ DC സപ്ലൈ ഉണ്ട് വിചാരിച്ചോ. ഒരു റെസിസ്റ്റർ മാത്രമാണ് ഈ സർക്യൂട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് ഫ്ലോക്കുള്ള ഓപ്പോസിഷൻ എന്താണ്, റെസിസ്റ്റൻസ് മാത്രമാണ്. റെസിസ്റ്റർ, അതായത് റെസിസ്റ്റൻസ് മാത്രമാണ് ഈ കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്നത്. ബട്ട് നമ്മളൊരു RLC സീരീസ് എടുക്കുമ്പോൾ നോക്കിക്കേ, ഈ റെസിസ്റ്റർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ദെൻ ഇൻഡക്ടർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ദെൻ കപ്പാസിറ്റർ ഇൻഡക്ടറിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഈ റെസിസ്റ്റർ ഒപ്പോസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ ടേമിലാണ്, റെസിസ്റ്റൻസിന്റെ ടേമിലാണ്. ദെൻ ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യുന്നത് എന്തിന്റെ ടേമിലാണ്, XL, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ടേമിലാണ്. ദെൻ കപ്പാസിറ്റർ ഒപ്പോസ് ചെയ്യുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് XCന്റെ ടേമിലാണ് ഇതാക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ കറണ്ടിന് ഏതൊക്കെ ടൈപ്പ് ഒപ്പോസിഷൻ ആണുള്ളത്, അതായത് റെസിസ്റ്റൻസ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ദെൻ XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്, സെയിം കപ്പാസിറ്റീവ് റിയാക്ടൻസും ഒപ്പോസ് ചെയ്യുന്നു. ഇവിടെ റെസിസ്റ്റൻസിന്റെ ഒപ്പോസിഷൻ മാത്രമേ ഉള്ളത്. ഇവിടെ പറയുമ്പോൾ 3 ഡിവൈസും അല്ലെങ്കിൽ 3 ഡിവൈസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 3 റെസിസ്റ്റൻസിന്റെയും എന്താണ്, ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു 3 റെസിസ്റ്റൻസിന്റെയും ഇക്വലന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപെഡൻസ് Z എന്ന് പറയുന്നത്. ആ ഒരു ഇംപെഡൻസ് Z കാണാനുള്ള ഇക്വേഷൻ ആണ് √R² + XL -
എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ എന്തേ ഉണ്ടാവുള്ളൂ, റെസിസ്റ്റൻസിന്റെ ഒപ്പോസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇൻ ആർ എൽ സി സർക്യൂട്ടിൽ എന്തുണ്ടാവും, 3 ഒപ്പോസിഷൻ ഉണ്ടാവും, റെസിസ്റ്റൻസ്, ദെൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പൊ നമ്മൾ അത് മൂന്നിന്റെയും ഒരു റിസൾട്ടന്റ് ആണ് എന്ത് പറയുന്നത്, ഇമ്പഡൻസ് എന്ന് പറയുന്നത്. എന്താണ് Z എന്ന് പറയുമ്പോൾ ഇമ്പഡൻസ് ഓഫ് ആർ എൽ സി സർക്യൂട്ട് ആണ് എന്ത് Z എന്ന് പറയുന്നത്. Z കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പറയാം. അപ്പോൾ ഒരു നമ്മൾ AC വേർഷൻ ഓഫ് ഓംസ് ലോ, നമ്മൾ DC വേർഷൻ ഓഫ് ഓംസ് ലോ V equal to IR, then I equal to V by R. ഇത് പറയുന്നത് DC വേർഷൻ ഓഫ് ഓംസ് ലോ ആണ്. ഓക്കെ, ദെൻ AC വേർഷൻ ഓഫ് ഓംസ് ലോ എന്ന് പറയുമ്പോൾ ആറിന് പകരം എന്ത് വരും, Z വരും, അതായത് ഇമ്പഡൻസ്. അപ്പോൾ AC വേർഷൻ ഓഫ് ഓംസ് ലോ ആണ് I equal to V naught divided by Z എന്ന് പറയുന്നത്. I naught മാക്സിമം വാല്യൂ ഓഫ് കറന്റ്, ദെൻ V naught പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്, Z എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഒപ്പോസിഷൻ ഓർ ഇമ്പഡൻസ് ഓഫ് ദ RLC സർക്യൂട്ട്. അപ്പൊ ആ ഇമ്പഡൻസ്, RLC സർക്യൂട്ടിന്റെ ഇമ്പഡൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് നോക്കാം, ആവറേജ് പവർ അസോസിയേറ്റഡ് വിത്ത് ദ എലമെന്റ്. അപ്പൊ നമുക്കറിയാം അവിടെ എന്ത്, ഒരു കറണ്ടും വോൾട്ടേജും ഉണ്ടെങ്കിൽ അവിടെ ഒരു പവർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു RLC സർക്യൂട്ടിലെ എന്ത് പറയുന്നത്, RLC സർക്യൂട്ടിന് അസോസിയേറ്റ് ആയിട്ടുണ്ടാവുന്ന ആവറേജ് പവറിനെയാണ് നീ നോക്കുന്നത്. അപ്പോ ഒരു RLC സർക്യൂട്ട് ആവറേജ് പവർ അസോസിയേറ്റഡ് വിത്ത് സർക്യൂട്ട് എലമെന്റ് എന്ന് പറയുന്നത് P ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, 1/2 I naught V naught cos phi ആണ് എന്ത് പവർ, ആവറേജ് പവർ കാണാനുള്ള ഇക്വേഷന്. അറ്റ് റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട്, റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി പറയുമ്പോൾ അതെന്ന് പറയുമ്പോൾ എന്താണ്, ഒമേഗ എന്ന് പറയുന്നത് √1/LC ആണ്. അതായത് ഒമേഗ റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, √1/LC. ഓക്കെ, ഇതാണ് റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ എന്താണ് റെസൊണന്റ്, റെസൊണൻസ് പറയുമ്പോൾ XL-ഉം അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റെസൊണന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെയാണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് XL-ഉം XC-യും കൂടി ഈക്വൽ ആയിട്ട് വരുന്ന, XL-ന്റെയും XC-ന്റെയും വാല്യൂ ഈക്വൽ ആയിട്ട് വരുന്ന, ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊണന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻസ് വന്നു എന്ന് പറയുന്നത്. ഒരു RLC സർക്യൂട്ടില് റെസൊണൻസ് അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, ദെൻ ഇവിടെ തന്നിട്ടുള്ളത് the root mean square of a function from t1 to t2 is given by, അതായത് ഏതൊരു ഫംഗ്ഷന്റെ ആണെങ്കിലും അത് എന്താണ് റൂട്ട് മീൻ സ്ക്വയർ RMS വാല്യൂ എന്ന് പറയുന്നത് കാണാനുള്ള ഒരു കോമൺ ഇക്വേഷൻ ആണ്. ഇവിടെ T1 T2 എന്ന് പറയുമ്പോൾ ടൈമിനെയാണ് നമ്മൾ, ടൈം പീരീഡിനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. സോ FRMS ഈക്വൽ ടു √1/T2 മൈനസ് T1 ഇൻറ്റു ഇന്റഗ്രൽ T1 to T2 f² dt എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. അതൊരു കോമൺ ഇക്വേഷൻ ആണ്. ദെൻ the power consumption or power supplied in a
AC സർക്യൂട്ട്, സോറി, ഒരു AC സർക്യൂട്ടിലുള്ള പവർ കൺസംഷൻ അല്ലെങ്കിൽ പവർ സപ്ലൈ ഒരു AC സർക്യൂട്ടിൽ സപ്ലൈ ചെയ്യുന്ന പവറിന്റെ ഇക്വേഷൻ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ എ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻറ്റു VM IM cos phi. ഈ ഒരു ഇക്വേഷൻ മൈൻഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ ആവറേജ് പവർ നേരത്തെ കണ്ടു. 1/2 ഇൻറ്റു V0 I0 cos phi എന്നാണ്. ആ സംഭവം തന്നെ ഇവിടെ I0 V0 എന്നുള്ളതിന് VM IM എന്ന് യൂസ് ചെയ്തു മാത്രം. ദെൻ VM എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പൊ 1/2 നമ്മളെ P ആവറേജ് നമുക്ക് എന്താ കിട്ടിയത്? ആവറേജ് ഈക്വൽ ടു 1/2 ഇൻറ്റു VM IM cos phi എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ, ഈ 2നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ VM IM cos phi 2 എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാനാണല്ലോ, 1/2 എന്നാണല്ലോ. അപ്പൊ ഈ 2നെ ഞാൻ √2 ഇൻറ്റു √2 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഈ VM/√2 ആൻഡ് IM/√2 എന്നുള്ള രണ്ട് ടേം ഉണ്ടല്ലോ, അത് നമ്മൾ മുന്നേ ഫെമിലറൈസ് ആയിട്ടുള്ള രണ്ട് ടേം ആണ്. നമുക്ക് എന്താ അറിയാം? VM/√2 എന്ന് പറയുന്നത് VRMS ആണ്. ദെൻ IM/√2 എന്ന് പറയുന്നത് എന്താണ്? IRMS ആണ്. ദെൻ ബാക്കി cos phi. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആവറേജ് പവർ P ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? VM IM cos phi എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് 1/2 ഇൻറ്റു VM IM cos phi എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും VRMS IRMS cos phi. അതായത് നമുക്ക് മാക്സിമം വാല്യൂ തന്നിട്ടാണ്, കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും മാക്സിമം വാല്യൂ തന്നിട്ടാണ് നമ്മളോട് ആവറേജ് പവർ കാണാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 VM IM cos phi ആണ്. ഇൻ കേസ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് VRMS IRMS ഇൻറ്റു cos phi എന്നുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ നെക്സ്റ്റ് നോക്കാം. ദെൻ വാട്ട് ഈസ് ദ cos phi? cos phi നെ പറയുന്ന പേരാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് പവറിന്റെ ആവറേജ് പവറിന്റെ ഇക്വേഷനിലെ cos phi നെ നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ സർക്യൂട്ട്സുകൾ നമ്മൾ നോക്കാം. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. എന്താണ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്? ഇൻ എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, ദ പവർ ഡിസിപ്പേറ്റഡ് ബൈ ദ റെസിസ്റ്റൻസ് ആൻഡ് ഫേസ് ഓഫ് ബോത്ത് വോൾട്ടേജ് ആൻഡ് കറന്റ് റിമൈൻസ് ദ സെയിം. അതായത് വോൾട്ടേജും ഒരു പ്യുവർലി റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറും ദെൻ വോൾട്ടേജും കറന്റും തമ്മിലുള്ള ഫേസും എന്തായിരിക്കും? ഓൾവേസ് റിമൈൻസ് ദ സെയിം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് നോക്കാം. ഒരു പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്തേ ഉണ്ടാവുള്ളൂ? റെസിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ P എന്ന് പറയുന്നത് VRMS IRMS cos phi ആയിരിക്കും. ഓക്കെ, അപ്പോ നോക്കിക്കേ, VRMS IRMS എന്താണ്? നമുക്കറിയാം P എന്ന് പറയുന്നത് എന്താണ്? VRMS IRMS cos phi. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടെ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ഉണ്ടാവുക? പ്യുവർലി കപ്പാസിറ്റർ റെസിസ്റ്റീവ് ആവുമ്പോ എന്താണ്? Phi എന്ന് പറയുന്നത് എന്താണ്? Phi 0 ആണ്. Phi ഈക്വൽ ടു 0 ആയാൽ cos phi എത്രയാണ്? cos phi 1 ആണ്. അപ്പൊ ഈ cos phi ന്റെ ടേം ഇവിടെ ആവശ്യമില്ല. ബാക്കി VRMS IRMS വരാം. VRMS IRMS എന്ന് പറയുമ്പോ എന്താണ്? VM by സോറി, നമ്മള് IRMSനെ VRMSന്റെ ടേമിൽ എഴുതാൻ പോവാണ്.
സോ VRMS ഇൻറ്റു IRMS. V എന്ന് പറയുന്നത് V ഈക്വൽ ടു IR ആണെന്നുണ്ടെങ്കിൽ I എന്ന് പറയുന്നത് എന്താ V/R ആണ്. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് നമ്മൾ VRMS എടുക്കും, ദെൻ R. അങ്ങനെയാണ് നമുക്ക് VRMSന്റെ VRMS പറയുമ്പോൾ VRMS സ്ക്വയർ ഡിവൈഡഡ് ബൈ R. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കോസ് ഫൈന്റെ ടേം ഫൈ ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് കോസ് ഫൈന്റെ ടേം ഈക്വൽ ടു 1 ആവും. ദെൻ ബാക്കി VRMSഉം IRMSഉം ഉണ്ടാവുള്ളൂ. IRMS ഇൻ ടേംസ് ഓഫ് VRMSൽ എഴുതുമ്പോൾ VRMS ഡിവൈഡഡ് ബൈ R വരും. സോ VRMS ഇൻറ്റു VRMS സ്ക്വയർ ഡിവൈഡ് ബൈ R. അതാണ് P ആവറേജ് കാണാനുള്ള പവർ ഡിസിപ്പേറ്റഡ് ഓർ സപ്ലൈഡ് ഇൻ എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, ദെൻ നമുക്ക് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലേക്ക് പോവാം. ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? In a purely inductive circuit, the current lags the voltage by 90 degree. അതായത് ഒരു ഇൻഡക്റ്റീവിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഒരു ഇൻഡക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ചെയ്യും. കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് 90 ഡിഗ്രി ലീഡ് ചെയ്യും. അപ്പൊ അതാണ് ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ എന്തുണ്ടാവുള്ളൂ? ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. ദെൻ V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ I ഈക്വൽ ടു എന്താണ്? IM സൈൻ ഒമേഗ ടി മൈനസ് π/2. അപ്പൊ ഈ മൈനസ് π/2 എന്ന് പറയുന്നത് എന്താണ്? ലാഗിന് ഡിനോട്ട് ചെയ്യാണ്. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ല, കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് 5/2 ഡിഗ്രി ലാഗ് ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ഫേസർ ഡയഗ്രാം വരക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരക്കും? ഇതിപ്പോ VM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് IM എങ്ങനെയാ വരിക? ലാഗ് ചെയ്തിട്ടാ വരിക. ലാഗ് ചെയ്യാന്ന് പറഞ്ഞാല് ബാക്കിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് IM ഇങ്ങനെ വരും. അവർ രണ്ടാളും തമ്മിൽ എന്ത് ഫേസ് ഡിഫറൻസ് എന്തുണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഇതാണ് നമുക്കൊരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ എന്ത് വരിക? ഫേസർ ഡയഗ്രാം വരിക. നമ്മൾ പ്യുവർലി റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? പ്യുവർലി റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് VM ഇവിടെ ഉണ്ടാവും. ദെൻ IM അതിലും മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞിട്ട് IM ഉണ്ടാവും. രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ പ്യുവർലി ഇൻഡക്റ്റീവ് ആൻഡ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ നമുക്ക് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലേക്ക് പോവാം. അപ്പോൾ ദെൻ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ് ഈ തന്നിട്ടുള്ളത്. അതായത് കപ്പാസിറ്റർ മാത്രമേ ഉള്ളത്. ഇപ്പൊ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അടുത്ത് പറഞ്ഞു, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടില് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ചെയ്യാണ്. പ്യുവർലി കപ്പാസിറ്റീവില് എന്ത് വരും? കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതാണ് പ്യുവർലി കപ്പാസിറ്റീവും പ്യുവർലി ഇൻഡക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം V ഈക്വൽ ടു എന്താണ്? V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ I എന്ന് പറയുന്നത് IM സൈൻ ഒമേഗ ടി ലീഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ പ്ലസ് 5/2 എന്നാ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഫേസർ ഡയഗ്രാം എങ്ങനെ വരും? ഇത് VM ആണെന്നുണ്ടെങ്കിൽ, സോറി, ഇവിടെ VM കൊടുത്തിട്ടുണ്ടെങ്കിൽ 5/2 ലീഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? IM ഉണ്ടായിരിക്കുക.
ഓക്കെ, ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഉണ്ടാവും. ദാറ്റ്സ് നമ്മൾ പ്യൂർലി ഇൻഡക്റ്റീവ്, പ്യൂർലി റെസിസ്റ്റീവ്, പ്യൂർലി ഇൻഡക്റ്റീവ്, ദെൻ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്സ് ഫെമിലറൈസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്താ നോക്കാം. ദെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കുറിച്ച് പറയുന്നത്. എന്താണ് പറയുന്നത്? The current whose magnitude changes with the time and the direction reverses periodically is called alternating current. അപ്പൊ നമ്മളൊരു സൈൻ വേവ് എടുത്തൊക്കെ നമുക്ക് കറക്റ്റ് ഈ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാവും. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ പീരിയോഡിക്കലി എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട് അതിന്റെ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ഓർ വോൾട്ടേജ് ഇ ആൻഡ് കറന്റ് ഐ അറ്റ് എനി ടൈം കാണാനുള്ള ഇക്വേഷൻ ആണ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി, വേർ E0 എന്ന് പറയുന്നത് എന്താണ്? NBA ഒമേഗ ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. നമ്മള് എന്തില് നമ്മളെ ഫാരഡേസ് ലോയില് നമ്മള് വരല് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വന്ന ഒരു ഇക്വേഷൻ ആണിത്. E0 എന്ന് പറയുന്നത് N ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, ദെൻ നമ്മള് I എന്ന് പറയുമ്പോൾ I നോട്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് ആണ്. ദെൻ I നോട്ട് ഇ നോട്ട് പറയുന്നത് NBA ഒമേഗ ആണെന്നുണ്ടെങ്കിൽ I നോട്ട് എന്ന് പറയുന്നത് NBA ഒമേഗ ഡിവൈഡഡ് ബൈ R ആണ്. ദെൻ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2πf ആണ്. ഇവിടെ ന്യൂ ആണ് ഫ്രീക്വൻസിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. എഫ് ആണെങ്കിലും യൂസ് ചെയ്യാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈക്വൽ ടു 1/t ആയതുകൊണ്ട് എഫിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് 2π/t എന്ന് എഴുതാം. 2πf ഇവിടെ ഫൈന് പകരം എന്താണ്? ന്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡ് ആണ്. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് വോൾട്ടേജ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതെന്തെല്ലാം നോക്കാം. വാല്യൂസ് ഓഫ് alternating current and voltage. Instantaneous value. It is the value of alternating current and voltage at an instant t. അതായത് at any time t യിൽ ഉണ്ടാവുന്ന വോൾട്ടേജിന് അല്ലെങ്കിൽ കറന്റിന്റെ വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ഇ നോട്ട് ആൻഡ് കറന്റ് ഐ നോട്ട് ഇൻ എ സൈക്കിൾ ആർ കാൾഡ് പീക്ക് വാല്യൂ. അതായത് ഒരു സിഗ്നലിൽ ഉണ്ടാവുന്ന മാക്സിമം വാല്യൂവിനെ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു വോൾട്ടേജിന്റെ അല്ലെങ്കിൽ കറന്റിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കിയേ, പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? VM അല്ലെങ്കിൽ IM എന്ന്. ഇതിപ്പോ വിന്റെ ഒരു ഗ്രാഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് VM ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത് -VM. അതായത് എന്താണ്? അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പീക്ക് വാല്യൂ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടു. ദെൻ മീൻ വാല്യൂ. അപ്പൊ ഒരു കംപ്ലീറ്റ് സർക്കിളിൽ ഉണ്ടാകുന്ന ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ വാല്യൂ എന്ന് പറയുന്നത്. മീൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 1/t ഇൻറ്റു ഇന്റഗ്രൽ 0 to t e dt equal to 0. അതായത് ഇപ്പൊ ഒരു സൈൻ വേവിൽ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു സൈൻ വേവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈക്വൽ പോസിറ്റീവ് ഹാഫും ഉണ്ട്, അതിന് ഈക്വൽ ആയിട്ടൊരു നെഗറ്റീവ് ഹാഫും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകുന്നത്. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് T/2 ഹാഫ് ടൈം പീരീഡ് ആണ്. ഇതാണ് ഫുൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് T എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടൈം പീരീഡിൽ ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണുള്ളത് അല്ലേ ഒരു പീരീഡിൽ. അപ്പൊ അതെന്ന് പറയുന്നത് ഗെറ്റ്
ക്യാൻസൽഡ് ഈച്ച് അതർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സൈൻ വേവിന്റെ അല്ലെങ്കിൽ ഒരു AC യിലെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ എന്താണ് മെയിൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വോൾട്ടേജ് ആയാലും ആവറേജ് കറണ്ട് ആയാലും ഉണ്ടായിരിക്കും 0 ആയിരിക്കും. ദെൻ നമ്മൾ ഒരു ടൈം പീരീഡിൽ ഒരു 1 ടൈം പീരീഡിലാണ് നമ്മൾ എന്ത് പറയണത്? ആവറേജ് വാല്യൂ 0 എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ടൈം പീരീഡിലാണ് എന്തുള്ളത്? നമുക്ക് ഈക്വൽ ഹാഫ് സൈക്കിൾ ഉള്ളത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും. അപ്പൊ ഒരു ഹാഫ് സൈക്കിൾ ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആവറേജ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ മീൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇ മീൻ ഈക്വൽ ടു എന്ത് 2E0 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. ഒരു ഫുൾ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മീൻ വാല്യൂ 0 ആണ്. ഒരു ഹാഫ് സൈക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മീൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 into E0 divided by pi ആണ്. ഓക്കെ, then നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. then RMS വാല്യൂവിനെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ് അഗൈൻ റിപ്പീറ്റ് ചെയ്യാണ്. റൂട്ട് മീൻസ് സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പൊ ഈ RMS കാണാനുള്ള ഇക്വേഷൻ E0/√2. then I കാണാനുള്ള വാല്യൂ I0 ഡിവൈഡ് ബൈ √2. ഇവിടെ നോക്കിയ രണ്ടിനും E0 ഇൻറ്റു RMS എന്ന് പറയുന്നത് എന്താണ്? E0 ഇൻറ്റു 1/√2 ആണല്ലോ. അപ്പൊ ഈ 1/√2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ 1/√ന്റെ വാല്യൂ നമുക്ക് എന്താ പറയാ? 1/√ന് എന്ന് പറയുന്നത് 0.707 ആണ് E0 എന്ന് പറയാം. അപ്പൊ ഒരു RMS എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർസെന്റേജ് വൈസ് പറയുകയാണെങ്കിൽ 70.7% ഓഫ് E0 അല്ലെങ്കിൽ EM ആണ് എന്ത് പറയുന്നത്? RMS എന്ന് പറയാം. അപ്പൊ RMSഉം മാക്സിമം വാല്യൂ ഓഫ് അല്ലെങ്കിൽ E0 തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ പെർസെന്റേജ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 70.7% ഓഫ് E0നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RMS എന്ന് പറയുന്നത്. സെയിം കേസ് കറണ്ടിലും എന്ത് 70.7% ഓഫ് മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? IRMS എന്ന് പറയുന്നത്. ഓക്കെ, then RMS value are also called apparent or effective value. അതാണ് effective value എന്ന് പറയുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? RMS വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു RMS വാല്യൂവിന്റെ ഏതൊരു കറണ്ടിന്റെ ആയാലും വോൾട്ടേജിന്റെ ആയാലും RMS വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പാരന്റ് ഓർ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, അപ്പാരന്റ് ഓർ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂ ആണ്. VRMS or IRMS. വിന്റെ ആണെങ്കിലും ഐന്റെ ആണെങ്കിലും RMS വാല്യൂവിനെ നമ്മൾ എന്തും കൂടി പറയുന്നുണ്ട്? അപ്പാരന്റ് വാല്യൂ ഓഫ് കറണ്ട് ഓർ എഫക്റ്റീവ് വാല്യൂ ഓഫ് കറണ്ട്, അല്ലെങ്കിൽ അപ്പാരന്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓർ എഫക്റ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് ഒരു ഫങ്ഷണലി നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് VRMS ആണ്. അതായത് ഒരു മാക്സിമം വാല്യൂന്റെ 70.7% ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിസൾട്ടന്റ് ആയിട്ട് നമ്മളെ സർക്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മളെ എക്യുപ്മെന്റ്സ് നമുക്ക് ഓഫർ ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് VRMS IRMS എന്ന് പറയുന്നത്. then നെക്സ്റ്റ് നോക്കാനുള്ളത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് ദ കറണ്ട് ഇൻ ആൻ AC സർക്യൂട്ട്. ഒരു AC സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMFഉം കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ AC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ പ്യുവർലി റെസിസ്റ്റീവ് ഉണ്ട്, then പ്യുവർലി ഇൻഡക്റ്റീവ് ആൻഡ് പ്യുവർലി കപ്പാസിറ്റീവ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിന്റെയും കേസിൽ ഉണ്ടാവുന്ന ഫേസ് ആംഗിളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. then പ്യുവർലി റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ് ആണ്. സോ ഫേസ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത് 0 ആണ്. then പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് കറണ്ട് ബൈ π/2. then ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൽ നമ്മൾ എന്താ പറഞ്ഞത്? കറണ്ട് ലാഗ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞത്. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും കൂടി പറയാം, ദാറ്റ്സ് ഈക്വൽ ടു വോൾട്ടേജ് ലീഡ്സ്
കറണ്ട് എന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ. അത് എന്താ കൺഫ്യൂഷൻ ആയി പോകരുത്. ഒരു ഇൻഡക്റ്റീവ് പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വോൾട്ടേജ് ഹെഡ് ഓഫ് കറണ്ട് ബൈ പൈ ബൈ ടു. സോ ഫൈ ഈക്വൽ ടു പൈ ബൈ ടു. ഓക്കെ. അപ്പോൾ ഒരു കപ്പാസിറ്റീവ് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താണ് കറണ്ട് ലീഡ് വോൾട്ടേജ് ബൈ പൈ ബൈ ടു, ഓർ വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ പൈ ബൈ ടു. ഓക്കെ. അപ്പോൾ വോൾട്ടേജിന്റെ കേസിലും കറണ്ടിന്റെ കേസിലും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്മൾ ടേബിൾ വൈസ് പറയുകയാണെങ്കിൽ പ്യുവർലി ഇൻഡക്റ്റീവും പ്യുവർലി കപ്പാസിറ്റീവും. റെസിസ്റ്റീവിന്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വരാനില്ല. ഓക്കെ. നമ്മൾ ഇവിടെ വോൾട്ടേജ് എടുത്തു, ഇവിടെ ഒരു കറണ്ട് എടുത്തു എന്ന് കൺസിഡർ ചെയ്യാം. സോ പ്യുവർലി ഇൻഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും? വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ പൈ ബൈ. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് കറണ്ടിനെ പൈ ബൈ ടു ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്തായിരിക്കും? കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ പൈ ബൈ ടു. ഓക്കെ. ദെൻ പ്യുവർലി കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്താണ്? ലാഗ് ചെയ്യാൻ ചെയ്യുക. ലാഗ് കറണ്ട് ബൈ പൈ ബൈ ടു. ദെൻ സെയിം പ്യുവർലി കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്തായി ചെയ്യുന്നത്? ലീഡ് ചെയ്യാണ് ചെയ്യും. ലീഡ്സ് വോൾട്ടേജ് ബൈ പൈ ബൈ. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്താ നോക്കാം. ദെൻ റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ എക്യുപ്മെന്റ്സിനും ഓരോ എക്യുപ്മെന്റ്സ്, അതായത് റെസിസ്റ്റർ ആണെങ്കിലും ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിലും കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിലും സർക്യൂട്ടിലെ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോക്ക് ഒരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ടൻസ് എന്ന് പറയുന്നത്. സോ റിയാക്ടൻസ് എന്താന്ന് നോക്കാം. റിയാക്ടൻസ് എക്സ് എന്ന് പറയുന്നത് എന്ത് പറയുന്നത്? നമുക്കറിയാം. എ എന്ന് പറയുന്നത് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? എക്സ് എന്ന് പറയുന്നത് ഇ ബൈ ഐ ഓർ ഇ നോട്ട് ബൈ ഐ നോട്ട്, അതും അല്ലെങ്കിൽ എന്ത് പറയാം? ഇ ആർ എം എസ് ഡിവൈഡ് ബൈ ആർ എം എസ് പ്ലസ് ഓർ മൈനസ് പൈ ബൈ ടു എന്ന് പറയും. അപ്പോൾ അത് പ്ലസ് ഓർ മൈനസ് പൈ ബൈ ടു എന്ന് പറയുന്നത് ആ ഫേസ് ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ്. സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. എക്സ് എൽ എന്ന് പറയുന്നത് ഒമേഗ എൽ ഇൻറ്റു ഒമേഗ എൽ എന്നാണ്. എൽ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ദെൻ ഒമേഗക്ക് പകരം 2π ഇൻറ്റു എഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2π എഫ് ഇൻറ്റു എൽ. ഇവിടെ എഫിന് പകരം ന്യൂ ആണ് യൂസ് ചെയ്തിരുന്നത്. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദെൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/ωc ആണ്. അപ്പോൾ 1/ωc ഒമേഗനെ നമ്മൾ 2π എഫിന്റെ, അതായത് ഫ്രീക്വൻസിന്റെ ടേമിലേക്ക് നമ്മൾ ആംഗുലാർ വെലോസിറ്റി ഫ്രീക്വൻസിന്റെ ടേമിലേക്ക് മാറ്റുമ്പോൾ 1/2πfc എന്ന് വരും. ഓക്കെ. അപ്പോൾ റിയാക്ടൻസ് എന്താണെന്ന് കണ്ടു. ദെൻ നെക്സ്റ്റ് നോക്കാം. ദെൻ റിയാക്ടൻസ്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പോസിഷൻ നമ്മൾ കണ്ടു. ദെൻ റിസൾട്ടന്റ് ആയിട്ടുള്ള ഒപ്പോസിഷൻ ആണ് എന്ത്? ഇംപെഡൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സർക്യൂട്ടിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടോ ആ എക്യുപ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഫ്ലോ ഒരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. സോ റിസൾട്ടന്റ് ആയിട്ട് കറണ്ടിന് ടോട്ടലി കിട്ടുന്ന ഒരു ഒപ്പോസിഷൻ എത്രയാണോ അതാണ് നമ്മളെ ഇംപെഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ പറയുന്നത് പോലെ എന്താണ്? ഇ എം എഫിന്റെയും കറണ്ടിന്റെയും റേഷ്യോ ആണ്. സോ ഇ ബൈ ഐ അല്ലെങ്കിൽ ഇ നോട്ട് ഡിവൈഡ് ബൈ ഐ നോട്ട്, അതോ അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂവിന്റെ ടേമിൽ പറയുമ്പോൾ ഇ ആർ എം എസ് ഡിവൈഡ് ബൈ ഐ ആർ എം എസ് ഇൻറ്റു പൈ. പൈ എന്ന് പറയുമ്പോൾ എന്താണ്?
ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറയാം. where phi is the phase difference of the voltage E relative to the current I. ഓക്കെ, ഫോർ LR സർക്യൂട്ട്. അതായത് LR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ടാവുക, ഒരു ഇൻഡക്ടറും ഒരു സോറി ഒരു LR സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ടാവുക, ഒരു റെസിസ്റ്റർ ഉണ്ടാവും, ഒരു ഇൻഡക്ടർ ഉണ്ടാവും. അതാണ് എല്ലും ആറും. ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ LR സർക്യൂട്ട് എന്ന് പറയുന്നത്. LR സർക്യൂട്ടിന്റെ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇംപെഡൻസ് ഒരു RLC സർക്യൂട്ടിലെ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ZRLC. ഒരു RLC സർക്യൂട്ടിലെ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻ √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആണ്. സോ ഒരു RL സർക്യൂട്ടിൽ എന്തുണ്ടാവില്ല, എക്സിന്റെ ടേം ഉണ്ടാവില്ല, അതായത് കപ്പാസിറ്റി റിയാക്ടൻസ് ഇല്ല. സോ നമുക്ക് എന്ത് കിട്ടും, ZRL എന്ന് പറയുന്നത് എന്ത് കിട്ടും, √R² പ്ലസ് XL എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. റൂട്ട് ഉണ്ട്, മറക്കരുത്. അതാണ് ഇവിടെ തന്നത്. ZRL എന്ന് പറയുന്നത് √R² പ്ലസ് XL ഹോൾ സ്ക്വയർ. അപ്പൊ ഈ XL-നെ നമ്മൾ എന്തിന്റെ ടേമില്, ഈ സെൽഫ് ഇൻഡക്ടൻസിന്റെ ടേമിൽ ഒമേഗ, നമുക്കറിയാം XL എന്ന് പറയുന്നത് ഒമേഗ L ആണ്. സോ XL-ന് പകരം ഒമേഗ L കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്, ഒമേഗ L ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ tan phi. tan phi എന്ന് പറയുമ്പോൾ എന്താണ്, tan phi എന്ന് പറയുന്നത് ഒമേഗ L ഡിവൈഡ് ബൈ R. സോ phi എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഒമേഗ L ബൈ R. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് phi ഈക്വൽ ടു tan ഇൻവേഴ്സ് ഒമേഗ L ഡിവൈഡ് ബൈ R എന്ന് പറയുന്നത്. ദെൻ ഇനി RC സർക്യൂട്ടിന്റെ കേസ് നോക്കാം. RC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ടിൽ R ഉണ്ടാവും, ദെൻ കപ്പാസിറ്റർ ഉണ്ടാവും, അവിടെ എന്ത് ഉണ്ടാവില്ല, ഇൻഡക്ടർ ഉണ്ടാവില്ല. സോ സർക്യൂട്ട് എങ്ങനെ വരും, ഒരു AC സപ്ലൈ വരും. സോ നെക്സ്റ്റ് ഒരു റെസിസ്റ്റർ, കപ്പാസിറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ RC സർക്യൂട്ട് എന്ന് പറയുന്നത്. RC സർക്യൂട്ടിന്റെ നമ്മൾ ഇൻഡക്ടൻസിന്റെ ഇംപെഡൻസിന്റെ ഇക്വേഷനിൽ XL-ന്റെ ടേം ഉണ്ടാവില്ല, X-ന്റെ ടേം ഉണ്ടാവുള്ളൂ. സോ ZRC എന്ന് പറയുന്നത് R² പ്ലസ് XC². സോ നമുക്കറിയാം X എന്ന് പറയുന്നത് 1/ωc ആണ്. സോ 1/ωc-നെ 1/ωc-ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ദെൻ tan phi എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞത് RL സർക്യൂട്ടിലുള്ള ഫേസ് ആംഗിൾ ആണ്. ദെൻ RC സർക്യൂട്ടിലുള്ള ഫേസ് ആംഗിൾ tan phi എന്ന് പറയുന്നത് എന്താണ്, 1/ωc × R ആണ്. ഓക്കെ, അപ്പൊ tan phi എന്ന് പറയുന്നത് എന്താവും, tan ഇൻവേഴ്സ് 1/ωc/R ആണ് എന്ത്, ഒരു RC സർക്യൂട്ടിലുള്ള ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് കാണാനുള്ളത് ഒരു LC സർക്യൂട്ടാണ്. LC സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ടാവുക, ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടാവുക. ഓക്കെ, ഇത് L, then C, അതാണ് LC സർക്യൂട്ട്. LC സർക്യൂട്ടിൽ എന്തുണ്ടാവും, ആറിന്റെ ടേം ഉണ്ടാവൂല. ദെൻ RLC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും, RLC സർക്യൂട്ടിൽ ഇവിടെ ഒരു ആറും കൂടി ഉണ്ടാവും. അതാണ് സീരീസ് RLC സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു സീരീസ് RLC സർക്യൂട്ട് അല്ലെങ്കിൽ LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും, അതില് ഒരു റെസിസ്റ്റർ ഉണ്ടാവും, ദെൻ കപ്പാസിറ്റർ ഉണ്ടാവും, ദെൻ ഒരു ഇൻഡക്ടർ ഉണ്ടാവും. സോ ഇംപെഡൻസ് എന്ന് പറയുന്നത് √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആണ്. XL-നെയും XC-നെയും ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിന്റെ ടേമിൽ എഴുതുമ്പോൾ XL ω-L-ഉം ദെൻ XC എന്ന് പറയുന്നത് 1/ωc ആണ്. രണ്ടിനും സ്ക്വയർ ഉണ്ട്. സോ ω-L മൈനസ് 1/ωc ഹോൾ സ്ക്വയർ എന്ന് ഇക്വേഷനിൽ വരും. ദെൻ tan phi എന്ന് പറയുന്നത് എന്താണ്, ω-L മൈനസ് 1/ωc ഡിവൈഡ് ബൈ R. ദെൻ phi എന്ന് പറയുമ്പോൾ tan ഇൻവേഴ്സ് ദാറ്റ് ടേം ω-L മൈനസ് 1/ωc ഡിവൈഡ് ബൈ R. സോ നെക്സ്റ്റ് നോക്കാം.
കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/R ആണ്. കണ്ടക്ടൻസ് നമുക്ക് മുന്നേ അറിയുന്നതാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് മോയാണ്. ഓക്കെ, ദെൻ പവർ നോക്കാം. പവർ ഇൻ AC സർക്യൂട്ട് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ദെൻ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ഇൻ എ സർക്യൂട്ട് ഇൻറ്റു വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട്, അതായത് P = I × E ആണ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കറന്റ് ഇൻസ്റ്റന്റേനിയസിന്റെയും വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസിന്റെയും എന്തായിരിക്കും? പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, പവർ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റന്റേനിയസ് ഇൻറ്റു കറന്റ് ഇൻസ്റ്റന്റേനിയസ്. ദെൻ ആവറേജ് പവർ നോക്കാം. ആവറേജ് പവർ എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 E0 I0 cos φ. അതിന് നമ്മൾ 2നെ നമ്മൾ എന്താക്കി? √2ന്റെ ടേമിൽ എഴുതുമ്പോൾ 2നെ നമ്മൾ √2 നേരത്തെ പറഞ്ഞു. √2 × √2 എന്ന് എഴുതിയിട്ട് നമുക്ക് I0 /√2 E0 /√2നെ നമുക്ക് എന്ത് ചെയ്യാം? ERMS IRMS എന്ന് മാറ്റി എഴുതിയിട്ട് നമുക്ക് AP ആവറേജിനെ എന്തും കൂടി എഴുതാം? ERMS × IRMS cos φ എന്നും കൂടി എഴുതാം. ദെൻ വിർച്വൽ പവർ ഓർ അപ്പാരന്റ് പവർ. വിർച്വൽ പവർ ഓർ അപ്പാരന്റ് പവറിനെയാണ് നമ്മൾ എന്ത് പറയണത്? 1/2 × E0 I0 അല്ലെങ്കിൽ VRMS × IRMSനെയാണ് നമ്മൾ എന്ത് പറയണത്? അപ്പാരന്റ് പവർ അല്ലെങ്കിൽ വിർച്വൽ പവർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പവറിലെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. പവർ ഫാക്ടർ. നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos φ ആണ്. cos φനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. സോ അതെന്ന് പറയുന്നത് എന്താണ്? പവർ ഫാക്ടറിനെ നമുക്ക് എന്തിന്റെ പേരിൽ എഴുതാം? ഇൻഡക്റ്റൻസിന്റെയും ഇമ്പഡൻസിന്റെയും റെസിസ്റ്ററിന്റെയും ടേമിൽ നമുക്ക് എന്തും കൂടി എഴുതാം? R/Z എന്നും കൂടി പവർ ഫാക്ടറിനെ എഴുതാൻ പറ്റും. അത് നമ്മളെ എന്തിന്ന് വരുന്നതാണ്? നമ്മളെ ഫേസർ ഡയഗ്രത്തിൽ നിന്ന്, RLC സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രത്തിൽ നിന്നൊക്കെ വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ജസ്റ്റ് അത് ഓർത്ത് വെക്കുക. ഫോർ പ്യുവർ ഇൻഡക്റ്റൻസ്, അതായത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos φ ആയിരിക്കും. cos φ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ എന്താ പറഞ്ഞത്? പ്യുവർ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ പവർ ഫാക്ടർ cos φ എന്ന് പറയുന്നത് 1 ആണ്. സോ ദെൻ പ്യുവർ കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ cos φ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ഫോർ RLC സർക്യൂട്ട് അല്ലെങ്കിൽ LCR സർക്യൂട്ടിലെ cos φ എന്ന് പറയുന്നത് R/√R² പ്ലസ് ω/L - 1/ωc². ഇത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ RLC സർക്യൂട്ടിന്റെ Z ആണ്. ഇവിടെ X എന്ന് പറയുന്നത് എന്താണ്? ω/L - 1/ωc, അതായത് റിയാക്ടൻസ്. റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ടേമിൽ വരുന്ന ഒരു ടേം ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. വാട്ട്ലെസ് കറന്റ്. വാട്ട്ലെസ് കറന്റ് എന്താന്ന് നോക്കാം. ഹാഫ് പവർ ഫ്രീക്വൻസി.
those frequencies f1 and f2 at which power is half of the maximum power. That means power at resonance. Okay. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫ്രീക്വൻസി, ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് അവർ F1 F2 രണ്ട് ഫ്രീക്വൻസി, ദോസ് ഫ്രീക്വൻസി F1 ആൻഡ് F2 at which power is half of the maximum power. അതായത് മാക്സിമം പവറിന്റെ ഹാഫ് വരുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏതൊരു ഫ്രീക്വൻസിയിലാണോ മാക്സിമം പവറിന്റെ ഹാഫ് പവർ വരുന്നത് ആ ഒരു ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഒരു ഫ്രീക്വൻസിയിൽ തന്നെയാണ് എന്ത് പറയുന്നത്, പവർ അറ്റ് റെസൊണൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പവർ അറ്റ് റെസൊണൻസിന്റെ ഇക്വേഷൻ ആണ് 1/2 into P max. നമുക്കറിയാം അത് ഈ മാക്സിമം വാല്യൂ ഓഫ് പവറിന്റെ ഹാഫ് ആയിരിക്കും. ഹാഫ് പവർ മാക്സിമം പവർ ആണ് എന്ത് പറയുന്നത്, പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി, അതായത് ഹാഫ് പവർ കിട്ടുന്ന നൽകുന്ന ഫ്രീക്വൻസിനെയാണ് എന്ത് പറയുന്നത്, ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് എന്താണ്, ഐ മാക്സ് divided by √2 ആണ്. Then F1 and F2 are called half power frequency. Then P equal to P max by 2. Okay. Then bandwidth എന്താണെന്ന് നോക്കാം. The frequency interval between എന്താണ്, the frequency interval between half power frequency is called bandwidth. അതായത് ഹാഫ് പവർ ഫ്രീക്വൻസിന്റെ ഇടയിലുള്ള ഒരു ഫ്രീക്വൻസി ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹാഫ് പവർ ഫ്രീക്വൻസി കാണിക്കുന്ന രണ്ട് ഫ്രീക്വൻസി ലെവൽ F2 ആൻഡ് F1 ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസ്, അതായത് F2 F1 തമ്മിലുള്ള ഒരു ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, F2 മൈനസ് F1 ആണ്. ഫോർ എ സീരീസ് LCR സർക്യൂട്ട് ഓർ RLC റെസൊണൻസ് സർക്യൂട്ട് ഡെൽ എഫ് അല്ലെങ്കിൽ എന്ത് നമ്മളെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1/2 π into R/L ആണ് എന്ത് ബാൻഡ് വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് നോക്കാം ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ Q എന്ന് പറയുന്നത് എന്താണ്, 2π into maximum energy stored divided by maximum energy dissipated per cycle നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി ഫാക്ടർ. അതായത് മാക്സിമം എനർജി സ്റ്റോർഡ് ആയിട്ടുള്ള മാക്സിമം എനർജി ഡിവൈഡഡ് ബൈ ഡിസിപ്പേറ്റഡ്, അതിന് നമ്മൾ എത്രത്തോളം പവർ എന്ത് പെർ സൈക്കിളിൽ ഡിസിപ്പേറ്റ് ചെയ്തു ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. എത്ര എനർജി ഉണ്ടോ ആ എനർജിയിൽ എത്ര ഭാഗം നമ്മൾ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്തോ പെർ സൈക്കിളിൽ എത്ര ഡിസിപ്പേറ്റ് ചെയ്തോ ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് 2π into maximum energy stored divided by maximum dissipated energy per cycle. അപ്പോൾ അതിനെ ഒരു ടൈം പീരീഡിന്റെ ടേമിലും കൂടി നമ്മൾ എഴുതുന്നതാണ് എന്ത്, 2π/T into maximum energy stored divided by mean power dissipated. Okay. ഓക്കെ, ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓരോന്നിന്റെ അതായത് ടൈം പീരീഡിന്റെ ടേമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, മെയിൻ പവർ ഡെസിപ്പേഷൻ ആണ്. അല്ലെങ്കിൽ 2π ടേമിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണ്, എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ ആണ്. ഓക്കെ, ഈ രണ്ട് ടേമുകളും ഓർത്ത് വെക്കുക. അത് എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2π ആണ് മൾട്ടിപ്പിൾ ചെയ്യാനുള്ളത്. മെയിൻ പവർ ഡിസിപ്പേറ്റഡ് ആണ് അല്ലെങ്കിൽ 2π/T ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്നത് മീൻ പവർ ഡിസിപ്പേറ്റഡ് ആണ്. പവർ ഡിസിപ്പേറ്റ് ചെയ്ത പവറിന്റെ മീൻ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ Q എന്ന് പറയുന്നത് ω/R/L into ω/L divided by R എന്ന് എഴുതാം, equal to ω/C into R, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ എഴുതാൻ പറ്റും, FR divided by F2 minus F1 അല്ലെങ്കിൽ FR divided by del F. ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ വാല്യൂസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. വാല്യൂസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻസ് സെലക്ട് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തേണ്ടിയിരിക്കുക.
ഓക്കെ, ഇവിടെ ഇപ്പോ ഒമേഗ ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കി, ഒമേഗ L/R എന്ന് പറയുമ്പോൾ എക്സ് എല്ലിന്റെ ടേമിലാണുള്ളത്. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ ഒമേഗ 1/ωCR എന്ന് പറയുമ്പോൾ എന്താ പറയണത്, അത് എക്സിന്റെ ടേമിലാണുള്ളത്. ഓക്കെ, എക്സ് എൽ എന്ന് പറയുന്നത് ഒമേഗ എൽ ആണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ് 1/ωC ആണ്. ഓക്കെ, അപ്പോൾ ഓരോ റിയാക്ടൻസിന്റെയും ഓരോന്നിന്റെയും ടേമിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്വാളിറ്റി ഫാക്ടറിനെ ഡിവൈൻ ചെയ്യാൻ പറ്റും. സോ ഇതിനെല്ലാം നമ്മൾ ഈ ആംഗിൾ ഓഫ് വെലോസിറ്റിനൊക്കെ ഫ്രീക്വൻസിന്റെ ടേമിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് FR/F2 - F1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി അറിയാം F2 - F1 എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ΔF ആണ്. FR എന്ന് പറയുന്നത് എന്താണ്, റെസൊണന്റ് ഫ്രീക്വൻസി ആണ്. ഒരു ടേമും മിസ് ചെയ്യാണ്ട് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇത്. ഇപ്പൊ നോക്കിക്കോ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് തന്നിട്ടുള്ളതാണ്. അതിന്റെ ഇക്വേഷന് I = I0 sin omega t, I0 പീക്ക് വാല്യൂ ആണ് തന്നിട്ടുണ്ട്. ഒമേഗ എന്ന് പറയുന്നത് 2π/T അല്ലെങ്കിൽ 2πf ആണ്. ദെൻ മീൻ വാല്യൂ ഓഫ് AC കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, 2/π ഇൻറ്റു I0 ആണ്. അപ്പൊ ഈ 2/πനെയാണ് നമ്മൾ എന്ത് എഴുതിയിട്ടുള്ളത്, 0.636 I0 എന്ന് എഴുതിയിട്ടുള്ളത്. 2/π 0.63, അത് നമ്മൾ ഓർത്ത് വെക്കുക. മീൻ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ 0.636 ആണ്. ദെൻ RMS വാല്യൂ ആണെന്ന് നമ്മൾ എന്താ കണ്ടത്, 0.707. ഓക്കെ, അതെന്ന് പറയുന്നത് 70.7% ആണെന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഇങ്ങനത്തെ വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദെൻ നെക്സ്റ്റ് IRMS, VRMS ആണ്. IRMSന്റെ വാല്യൂ I0 /√2. ദെൻ AC ത്രൂ എ റെസിസ്റ്റർ, ആൾട്ടർനേറ്റിംഗ് EMF ഇൻ ഫേസ് വിത്ത് കറണ്ട്. അതായത് ഒരു റെസിസ്റ്റീവ്, പ്യൂർലി റെസിസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. ദെൻ ത്രൂ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഒരു ഫേസ് ഡിഫറൻസ് 5/2 ഉണ്ടാവും. അവിടെ എന്ന് പറയുമ്പോൾ കറണ്ട് എന്താണ്, EMF ലീഡ് ചെയ്യും, കറണ്ട് എന്ന് പറയുന്നത് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ, കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ ദെൻ ഓപ്പോസിറ്റ് EMF ലാഗ് ചെയ്യും, കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറയുമ്പോൾ നമുക്കറിയാം XL ഒമേഗ എൽ ആണ്. ഒമേഗ എല്ലിനെ 2πfL എന്ന് എഴുതാം. സോ ദെൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നതാണ്. ദെൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടു. ദെൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ് X = 1/ωC = 1/2πfC. ദെൻ AC ത്രൂ സീരീസ് LR സർക്യൂട്ടിൽ വരുമ്പോൾ LR സർക്യൂട്ടിലെ എന്താണ് ഇംപെഡൻസ്, ദെൻ നമ്മളെ ഫേസ് ആംഗിൾ tan phi എന്ന് പറയുന്നത് ഒമേഗ L/R, എന്ത് നമ്മളെ ഫേസ് ആംഗിൾ ഇംപെഡൻസ് Z = R² + ω² L². ഈ ω² X² എന്ന് പറയുന്നത് എന്താണ്, XL ആണ്. XL² നെയാണ് ω² L² എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ CR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ കപ്പാസിറ്ററും റെസിസ്റ്ററും ഉണ്ട്. LR എന്താണുള്ളത്, ഇൻഡക്ടറും റെസിസ്റ്ററും ആണ്. ദെൻ CR സർക്യൂട്ടിലെ ഇംപെഡൻസ് R² + 1/ω² C². ω² C² എന്ന് പറയുമ്പോൾ XC ആണ്. ദെൻ അതിലുണ്ടാകുന്ന ഫേസ് ആംഗിൾ tan phi എന്ന് പറയുന്നത് 1/ωC / R. ഓക്കെ, ദെൻ LCR സർക്യൂട്ടിൽ എന്തൊക്കെയാ വരിക, LCR സർക്യൂട്ടിലെ ഇംപെഡൻസിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ടാവും. ദെൻ tan phi എന്ന് പറയുന്നത് ഒമേഗ എൽ, tan phi എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ, ഒമേഗ എൽ - 1/ωC / R എന്ന് വരും. ദെൻ അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
വളരെ LCR സർക്യൂട്ടിൽ എന്തുണ്ടാവും, ഇൻഡക്ടർ ഉണ്ടാവും, കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പോൾ ഒമേഗ എൽ, അതായത് XL എന്ന് പറയുന്നത് XC-നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, കറണ്ട് ലീഡ് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജ് XL എന്ന് പറയുന്നത് XC-നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വോൾട്ടേജ് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. അതായത് അതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് എന്താ ആക്ട് ചെയ്യുക. അതായത് XL ആണ് ലാർജ് എന്നുണ്ടെങ്കിൽ. ഇനി നേരെ ഓപ്പോസിറ്റ് XC ആണ് ലാർജ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, XC ലാർജ്, സോറി ഞാൻ മാറ്റിയിട്ട് എഴുതാം. ഇവിടെ XL ലാർജ് XC. ഇനി XC ലാർജർ ദാൻ XL ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇവിടെ എന്ന് പറയുന്നത് കറണ്ട് ലീഡ് ചെയ്യും, ദെൻ വോൾട്ടേജ് ലാഗ് ചെയ്യും. അപ്പൊ ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് എന്താ ചെയ്യുക, ആക്ട് ചെയ്യുക. അതായത് അതിന്റെ ഒരു ബിഹേവിയർ ആണ് പറഞ്ഞത് XL-ന്റെയും XC-ന്റെയും ടേമിൽ. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മളെ ഇമ്പിഡൻസ് Z ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. അതിന് ആംഗുലർ ഫ്രീക്വൻസിന്റെ ആംഗുലർ വെലോസിറ്റിന്റെ ടേമിൽ എഴുതിയ ഇക്വേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കാം, ആവറേജ് പവർ. ആവറേജ് പവർ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു എന്താണ്, V0 I0 cos phi ആണ്. അതിന്റെ വേറൊരു ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. IRMS-ന്റെ ടേമിലുള്ള ഇക്വേഷൻ IRMS സ്ക്വയർ ഇൻറ്റു R, അല്ലെങ്കിൽ എന്താണ് VRMS ഇൻറ്റു IRMS ഇൻറ്റു cos phi. ഇതും അല്ലെങ്കിൽ എന്ത് ഇക്വേഷൻ ഉണ്ട്, VRMS സ്ക്വയർ ഡിവൈഡ് ബൈ R എന്നുണ്ട്. അപ്പോൾ ഐനും വിക്കും നമ്മൾ നമ്മളെ ഓംസ് ലോയിലുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ഇക്വേഷൻസ് ആണ് പവറിന്റെ ഇക്വേഷൻസ് ആണ് ഇതെല്ലാം. അതായത് സിംപ്ലി നമുക്ക് P ഈക്വൽ ടു V ഇൻറ്റു I, അല്ലെങ്കിൽ P ഈക്വൽ ടു I സ്ക്വയർ ഡിവൈഡ് ബൈ R, അതും അല്ലെങ്കിൽ P ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു R, അതല്ലെങ്കിൽ V സ്ക്വയർ ഡിവൈഡ് ബൈ R. ഈ ഒരു 3 ഇക്വേഷൻ ആണ് നമുക്ക് പവറിലുള്ളത്. അത് ഓരോ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ, ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, ഇൻപുട്ട് പവർ തന്നിട്ടുണ്ട്, ദെൻ സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് കാണാനാണ്, സെക്രട്ടറി കറണ്ട് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താ പറയാ, എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ആണല്ലോ ഒരു എഫിഷ്യൻസി പെർസെൻറ്റേജ് ടേമിൽ പറയുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, ഇൻപുട്ട് പവർ, എഫിഷ്യൻസി, ദെൻ സെക്കൻഡറി വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, എഫിഷ്യൻസിയും ഇൻപുട്ട് പവറും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് പവർ കാണാമല്ലോ. നമ്മളോട് തന്നിട്ടുള്ളത്, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, എഫിഷ്യൻസി 60% ആണ് തന്നിട്ടുണ്ട്. ദെൻ ഇൻപുട്ട് പവർ പി ഇൻപുട്ട് എന്ന് പറയുന്നത് 5 കിലോ വാട്ട് ആണ് തന്നിട്ടുണ്ട്. ദെൻ സെക്കൻഡറി വോൾട്ടേജ് 150 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡറി കറണ്ട് കാണാനാണ്. അപ്പൊ നമുക്ക് എന്താ,
എഫിഷ്യൻസി തന്നിട്ടുണ്ട്, ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഇൻപുട്ട് പവർ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് പവർ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്, പി നോട്ട് ഡിവൈഡ് ബൈ എന്താണ് പി ഇൻപുട്ട് ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്, പി ഔട്ട് ആണ് നമുക്ക് തരാത്തത്. അപ്പൊ പി ഔട്ട് ഈക്വൽ ടു പി ഇന്നു എഫിഷ്യൻസി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ പി എന്ന് പറയുന്നത് 5 കിലോ വാട്ട് ആണല്ലോ, 5 × 10⁻³ ദെൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ് 60% ആണെങ്കിൽ നമുക്ക് 60/100 എന്ന് എഴുതാം. അപ്പൊ ഈ 100ഉം ഇതും ക്യാൻസൽ ആയി ഇവിടെ ഒരു എന്തുണ്ടാവും, മാറ്റി എഴുതി തരാം. പിന്നെ എഫിഷ്യൻസി ഓക്കെ. അപ്പൊ എന്തായാലും പി ഔട്ട് ഈക്വൽ ടു പി ഇന്ന് എത്രയാണ്, 5 കിലോ വോൾട്ട് ആണ്, 5 × 10⁻². ദെൻ എഫിഷ്യൻസി 60% ആണ്, 60% നമ്മൾ 60/100 എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ ഇവിടെ 60ലുള്ള ഈ ഒരു സീറോനെ നമുക്ക് 10ന്റെ പവർ ആക്കി എഴുതുമ്പോൾ ആ ഒരു സീറോ കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും എന്ന് പറയുന്നത്, 60 എന്ന് പറയുന്നത് എന്താ 6 × 10 ആണല്ലോ. അപ്പൊ ഈ 10ഉം ഇവിടെ ഉള്ള 10⁻³ കൂടി ചേർന്നിട്ട് അവിടെ എന്തെങ്കിലും കിട്ടും, നമുക്ക് 10⁻4 കിട്ടും. സോ 10⁻4ഉം താഴെ ഒരു 100 നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 10⁻2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഉള്ള 10⁻2ഉം ഇവിടെ ഉള്ള ഒരു 10⁻2 കൂടി ക്യാൻസൽ ആയി ബാക്കി എന്താ ഉണ്ടാവുക, ഇവിടെ ഉള്ള 10⁻2 പോയി മുകളിലുള്ള 10⁻4ന് പകരം ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, 10⁻2 ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 6 എത്രയാണ്, 30. അപ്പൊ 30 × 10⁻2 എന്ന് പറയുമ്പോൾ 2 zeros ഉണ്ട്, അതായത് 3 വാട്ട് അല്ല കിലോ വാട്ട് അല്ലെങ്കിൽ 3000 വാട്ട് ആണ് എന്തുള്ളത്, പി ഔട്ട് ഉള്ളത്. സോ നമുക്കിപ്പോൾ പി ഔട്ട് കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സെക്കൻഡറി കറണ്ട് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, സെക്കൻഡറി വോൾട്ടേജ് വി എസ് ഈക്വൽ ടു 150 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ദെൻ നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഔട്ട്പുട്ട് പവർ ഉണ്ട്. സോ നമുക്ക് എന്ത് കാണാൻ പറ്റും, സെക്കൻഡറി കറണ്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് പി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറി കറണ്ട് ആയിരിക്കും. അപ്പൊ സെക്കൻഡറി കറണ്ട് ഐ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പി ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ പി ഔട്ട് എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടി, 3000 വാട്ട് ആണെന്ന് കിട്ടി. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 150 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 0 യും 0യും ക്യാൻസൽ ആയി. ദെൻ ഇവിടെ 300നെ 30 × 10 ഡിവൈഡ് ബൈ 15 എഴുതാൽ 15ഉം 13ഉം കട്ടായിട്ട് 13 2 ബാക്കി വരും. സോ 2 × 10 20 ആംപിയർ എന്ന ഫൈനൽ ആൻസർ, അതായത് സെക്കൻഡറി കറണ്ട് ഈക്വൽ ടു 20 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a step-down transformer, the number of turns in the secondary coil is 20 and the number of turns in the primary coil is 100. If the voltage applied to the primary coil is 120 volt, then what is the voltage output from the secondary coil? അതായത് നമുക്ക് എന്താ പറയാ, ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലായാലും പ്രൈമറിയിലായാലും. ദെൻ തന്നിട്ടുള്ളത് എന്താണ്, പ്രൈമറി വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പൊ നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമുക്കറിയാലോ. ട്രാൻസ്ഫോർമർ റേഷ്യോ എന്താണ്, V1/V2 ഈക്വൽ ടു N1/N2 ആണ്. അപ്പൊ നമുക്ക് എന്താ തന്നിട്ട്, V2 ആണ് കാണാനുള്ളത്. അപ്പൊ V2 ഈക്വൽ ടു എന്ത് ചെയ്യാം, V1 × ഈ ടേം അപ്പുറം പോകുമ്പോൾ എന്ത് വരും, N2 ഡിവൈഡഡ് ബൈ N1 വരും. അപ്പോൾ V1 എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്,
V1 120 ആണ് തന്നിട്ടുണ്ട്. Then N2 എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് 20 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ 100 ആണ്. അപ്പോൾ N2 പറയുന്നത് 20. Then N1 എന്ന് പറയുന്നത് 100. 0 ക്യാൻസൽ ആയി, 0 ക്യാൻസൽ ആയി. 12 into 2 എന്ന് പറയുന്നത് 24 volt. അപ്പൊ എന്ത് പറയാം, നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ 120 വോൾട്ട് ഉള്ള V1 120 ഉള്ളത് എന്തായി, അത് റെഡ്യൂസ് ചെയ്തിട്ട് V2 എന്തായി 24 വോൾട്ട് ആയി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.